വർഷം അപ്പൊ 5 വർഷമായി നിങ്ങൾ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പിന്തിരിഞ്ഞ് നോക്കുമ്പോ എന്ത് മാറ്റാണ് വർഷയിൽ വന്നത്? ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ചാലഞ്ച് വരുമ്പോ പിന്തിരിഞ്ഞ് ഓടാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തും ധൈര്യത്തോടെ നേരിട്ട് നിൽക്കണം എന്നുള്ളതാണ് വലിയൊരു ലെസൺ ഈ ഒരു 5 വർഷത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ ഇയറിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 crore അടുത്ത് സെയിൽസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മന്ത്ലി അറൌണ്ട് 10 to 15 lakh ആണ് ഞങ്ങളുടെ സെയിൽസ് വരുന്നത്. ഹായ്, ഞാൻ വൃന്ദ. 3 വീക്സിൽ ഞാൻ മെയിൻ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നോക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പം ഓൺലൈൻ ത്രൂ നല്ല മാർക്കറ്റിംഗ് സാധ്യതയുണ്ട്. അപ്പൊ 3 വീക്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട് ഇതിലൊക്കെ അവൈലബിൾ ആണ്. ഹായ്, ഞാൻ വർഷ. 3 വീക്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. എറണാകുളം കളമശ്ശേരിയാണ് നമ്മളുടെ 3 വീക്സിന്റെ യൂണിറ്റ് വരുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സിന്റെയും ബ്രാൻഡ് നെയിം 3 വീക്സ് എന്ന് തന്നെയാണ്. 2019 കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 35ഓളം പ്രൊഡക്ട്സ് 3 വീക്സ് എന്ന ബ്രാൻഡിന്റെ അണ്ടറിലുണ്ട്. വർഷ, ഈ 3 വീക്സിന്റെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? കായം എന്നുള്ള ഒരു സിംഗിൾ പ്രൊഡക്റ്റിലാണ് 3 വീക്സിന്റെ ഈ ഒരു യാത്ര ഞങ്ങൾ തുടങ്ങുന്നത്. എൻ്റെ MBAക്ക് ശേഷം ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത്, എങ്ങനെയാണ് റിസർച്ച് ഒക്കെ ചെയ്ത് എന്ത് പ്രൊഡക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നന്നായി അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. നമ്മളുടെ കേരളത്തിൽ സാമ്പാർ, രസം, അച്ചാർ അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കായം. പക്ഷെ ഒട്ടുമിക്ക ബ്രാൻഡ്സും പുറത്തു നിന്നാണ് വരുന്നത്. നമുക്ക് കേരളത്തിലായിട്ട് ഒരു ഹോം ഗ്രോൺ ബ്രാൻഡ് ഇല്ല. അപ്പൊ അങ്ങനെയാണ് കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. കായം നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായം ഒരു ചെടിയുടെ കറയാണ്. അത് പ്രോസസ് ചെയ്തെടുക്കുന്ന കൂട്ടുപെരുങ്കായമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു മാർക്കറ്റ് ഇവിടെ കേരളത്തിലുണ്ട് എന്ന് കണ്ടിട്ടാണ് കായം ഞങ്ങൾ തുടങ്ങുന്നത്. വർഷ, അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ 10ലധികം കായങ്ങൾ കിട്ടാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താണ് 3 വീക്സ് കായത്തിനെ വ്യത്യസ്തമാക്കുന്നത്? കായം എന്നുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത തന്നെ അതിന്റെ സ്മെൽ ആൻഡ് ഭയങ്കര പഞ്ചന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ അത്രയും കെയർ കൊടുത്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് 3 വീക്സിന്റെ കായം ഏതൊക്കെ ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആകുന്നത്? മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് 3 ക്വാണ്ടിറ്റിയിലാണ് കായം അവൈലബിൾ ആയിട്ടുള്ളത്. 100 ഗ്രാമിന്റെ, 50 ഗ്രാം, 25 ഗ്രാം. ഇത് പൊടിയും കട്ടയുമായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബൾക്ക് ആയിട്ടുള്ളതും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ തരുന്നതാണ്. 1 കിലോയുടെ പാക്കിംഗ്, 10 കിലോയുടെ പാക്കിംഗ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ബൾക്കായിട്ട് ഹോട്ടൽസ്, കാറ്ററിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സപ്ലൈ ചെയ്യാറുണ്ട്. വർഷം, നിങ്ങളിപ്പോ 3 പെൺകുട്ടികൾ തുടങ്ങിയ ഒരു സംരംഭം, വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു? തുടക്കക്കാരാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം തുടക്കത്തിൽ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇത് മാർക്കറ്റിംഗ് സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസി പാർട്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നേരിട്ട് നമ്മൾ തന്നെയായിരുന്നു ഷോപ്പിലൊക്കെ പോയിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനും അച്ഛനും കൂടെയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ഇപ്പം 3 വീക്സ് എന്നുള്ളത് ആളുകൾ കേട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു പുതിയ ബ്രാൻഡാണ്. അതെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചു പേരെങ്കിലും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങനെ 3 കുട്ടികൾ കൂടി തുടങ്ങിയതാണ്. ഇങ്ങനെ പുതിയ ഒരു ബ്രാൻഡാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും, നമ്മളിപ്പോ ഒരു 100 ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 പേരെങ്കിലും അത് എടുക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നു. അവര് കാരണമാണ് നമുക്ക് പതുക്കെ പതുക്കെ ഒരു മാർക്കറ്റിലേക്ക് സ്ട്രോങ് ആയി ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്. ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതിലാണ്. അപ്പൊ അതില് 3 വീക്സ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റ് കായം തന്നെ എടുക്കാം. കായം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ കറയാണ്. മെയിൻ ആയിട്ട് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽ നമുക്ക് ഇന്ത്യയിലോട്ട് വരുന്നത്.
ഞങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് അതിന്റെ ആ റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി. നമ്മൾ നേരിട്ട് തന്നെ പോയിട്ടായിരുന്നു ഇനീഷ്യലി ഒക്കെ പർച്ചേസ് ചെയ്തിരുന്നത്. നേരിട്ട് പോയി അതിന്റെ ക്വാളിറ്റി അതുപോലെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ റോ മെറ്റീരിയലും പർച്ചേസ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മളിപ്പം വേരിയസ് ഇമ്പോർട്ടേഴ്സ് ത്രൂ നമ്മൾ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർ ത്രൂ നമ്മളുടെ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 3V's എല്ലാ പ്രൊഡക്റ്റും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ചിട്ടുള്ളൊരു സെല്ലിംഗ് എന്നുള്ളൊരു മാർക്കറ്റിംഗിലേക്ക് നമ്മൾ പോയിട്ടില്ല. എല്ലാത്തിനും ബാക്കി ബ്രാൻഡ്സ് ആയിട്ട് 1-2 രൂപ കൂടുതൽ തന്നെയാണ് 3V's പ്രൊഡക്ട്സ്. ഇതൊക്കെയാണ് 3V's പ്രൊഡക്ട്സ്. മെയിൻ പ്രൊഡക്റ്റ് കായം 3 ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ്. 100 ഗ്രാം, 50 ഗ്രാം, അതുപോലെ തന്നെ 25 ഗ്രാം. ഇതൊക്കെ കട്ടാണ്. അതേ സെയിം സാധനം ഈ 3 ക്വാണ്ടിറ്റിയിൽ പൊടിയും അവൈലബിൾ ആണ്. 100 ഗ്രാം, 50 ഗ്രാം, 25 ഗ്രാം. പിന്നെ നമ്മുടെ വേറൊരു കാറ്റഗറി കറി പൗഡേഴ്സ് ആണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, സാമ്പാർ പൗഡർ, ഫിഷ് മസാല, അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക്. പിന്നെ വേറൊരു കാറ്റഗറി വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. റോസ്റ്റഡ് റവ ഉണ്ട് നമുക്ക്, സ്റ്റീം പുട്ടുപൊടി ഉണ്ട്, അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ഉണ്ട്, വീറ്റ് പുട്ടുപൊടി ഉണ്ട്, ആട്ട ഉണ്ട്, ചെമ്പ പുട്ടുപൊടി ഉണ്ട്. അങ്ങനെ ഏകദേശം 35ഓളം പ്രൊഡക്ട്സ് ആണ് 3V's-നുള്ളത്. 3V's തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ് ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. 3V's ജേർണിയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് 2022 കൈരളി ടിവിയുടെ ജ്വാല അവാർഡ് കിട്ടിയതാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മമ്മൂക്കയുടെ കയ്യിൽ നിന്നാണ് ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായിരുന്നു ഞങ്ങളുടെ ജേർണിയിൽ ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ്. ഇനിയും നന്നായി ചെയ്യാനും നന്നായി പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു ഈ ഒരു അവാർഡ്. വിസ്മയ 3V's വിസ്മയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? 3V's ഫിനാൻസിന്റെ കാര്യങ്ങളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഡെയിലി അക്കൗണ്ടിങ്, അതേപോലെ GST റിട്ടേൺസ് ഫയലിങ്ങും ഓഡിറ്റിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ അക്കൗണ്ട്സിൽ ഓൾറെഡി അക്കൗണ്ടന്റ് ഉണ്ട്. അവര് ചെയ്യുന്ന വർക്ക് മെയിൻ ആയിട്ട് ഓവർലുക്ക് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. 3V's ഇപ്പൊ 35ഓളം പ്രൊഡക്റ്റ് ഇപ്പൊ അവൈലബിൾ ആണ്. ആൻഡ് വി ആർ സ്റ്റിൽ അപ്ഗ്രേഡിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ ഔട്ട് കേരളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നോക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറയുന്നത് എന്താ വെച്ചാൽ മിനിമം ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഓൾസോ സെക്യൂരിറ്റി ആയിട്ടൊന്നും വേണ്ട, ബട്ട് ക്രെഡിറ്റ് പർച്ചേസ് ഇല്ല, റെഡി ക്യാഷ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ടും അതുപോലെ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നത്. 3V's ഇപ്പം കേരളത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിലുടനീളം ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണം. അതുപോലെ എക്സ്പോർട്ടും ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതും ഫുൾ ഫ്ലഡ്ജ്ഡ് ആക്കണം എന്നുള്ളതാണ് 3V's ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഒരു ഫ്രാഞ്ചൈസി മോഡലും നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം 3 ഫ്രാഞ്ചൈസിയാണ് കറന്റ്ലി ഉള്ളത്. അപ്പം അതും എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം എന്നുള്ളതാണ് ഒരു താല്പര്യം. അപ്പൊ 3V's ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.